ക്വാറി വാക്ക് പാർക്ക് എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്താണ് വന്നേക്കുന്നത്. അവിടെ ഒരു പോഡ് നമ്മളിന്ന് എടുത്തിട്ടുണ്ട് 2 ദിവസത്തേക്ക്. വളരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ എടുത്താണ്. ഒരു വുഡ്ലാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി വലിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് ഇതേപോലത്തെ പോഡുകളും ലോഡ്ജസും അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഒരു പോഡാണിത്. വളരെ ടൈനിയാണ്, വളരെ ചെറിയൊരു ഇതാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ആയിരിക്കും 2 ദിവസം. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇതേപോലെ തന്നെ വേറെയും ഈ വുഡ്ലാൻഡിനകത്ത് വേറെയും പോഡുകളുണ്ട് ഇതേപോലെ. നമ്മുടെ നൈബേഴ്സാണ് അവരൊക്കെ. അപ്പോൾ ഇവിടേക്കൊക്കെ കണ്ടറിയാം, ഇത് ശരിക്കും ഒരു ചെറിയൊരു വുഡ്ലാൻഡാണ്, ശരിക്കും ഒരു ചെറിയൊരു ഫോറസ്റ്റാണ്. അവിടെയാണ് ഇത്. നമ്മളുടെ പോഡ് ഇതാണ്. അപ്പോൾ നമ്മളെടുത്ത പോഡിൽ നമുക്കൊന്ന് കയറി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു ചെറിയൊരു ഇതാണ്. ഇതിനകത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് കയറുമ്പോൾ ഒരു TV ഉണ്ട്, ചെറിയ വാഷ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സിങ്ക് ഉണ്ട്, കുറച്ച് കെറ്റിലൊരെണ്ണമുണ്ട്, കത്തികളുണ്ട്, കുറച്ച് ഗ്ലാസ്സുകളുണ്ട്. പിന്നെ ഇവിടെയാണ് കിടക്കാൻ ചെറിയൊരു ഡബിൾ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ചെറിയൊരു ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇത്. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ബാത്റൂമും ഉണ്ട്, നമുക്ക് ഷവറിനും ഒരു സൗകര്യമുണ്ട്, ടോയ്ലറ്റും ഉണ്ട്. വളരെ ചെറുതാണ്, പക്ഷേ ആവശ്യത്തിന് നമുക്ക് താമസിക്കാൻ 2 ദിവസം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു എൻസ്യൂട്ട് മുറി, എല്ലാ ഇവിടെ ചെറിയൊരു ഇത് കിച്ചണും ഉണ്ട്, ചെറിയൊരു ഇതും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ. പിന്നെ ചെറിയൊരു മൈക്രോവേവ് ഓവൻ ഉണ്ട്, പിന്നെ മിനി ഫ്രിഡ്ജ് ഉണ്ട്. ഇവിടെ കട്ട്ലറീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈവൻ പ്ലേറ്റ്സും ഉണ്ട് നമുക്ക് അതായത് അപ്പോൾ ക്വിക്കായിട്ടൊരു ക്യാമ്പിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പോഡുകൾ. അപ്പോൾ ക്യാമ്പിങ്ങിന് അല്ലെങ്കിൽ നമ്മൾ നോർമലി ഒരു ടെൻറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ വേറെ നമുക്ക് ആവശ്യത്തിനുള്ള കുക്കിങ്ങും അതും ഇതെല്ലാം നമ്മൾ കൊണ്ടുവരണം. ഇതിപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല, എല്ലാം ഇതിൽ തന്നെയുണ്ട്. ക്വിക്ക് സെറ്റപ്പാണ്, ജസ്റ്റ് വരിക, നമുക്ക് ഇതെല്ലാം സൗകര്യങ്ങൾ യൂസ് ചെയ്യുക, നമുക്ക് ക്യാമ്പിങ്ങിന് പോകാം. ഇത് നല്ലൊരു സ്ഥലമാണ്. ഇനി ഇവിടെ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് ട്രക്കിംഗ് ഉണ്ട്, നടക്കാൻ പോകാനുള്ള സ്ഥലങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. അത് പിന്നീട് ചെയ്യുന്നു. ഞങ്ങൾ വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആണിത്. ഇന്നലെ വന്നു, ക്ഷീണിച്ചാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒന്ന് കുളിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, അങ്ങനെ കിടന്നുറങ്ങി. ഇന്നലെ ജസ്റ്റ് ഒന്ന് പുറത്തും പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് ഒരു ചായ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഫ്രണ്ടിൽ. ഇവിടെ രാവിലെ തന്നെ ഇങ്ങനെ കിളികളുടെ സൗണ്ടും അതെല്ലാം കേൾക്കാം. ഇന്ന് കാലത്ത് കിളികളുടെ സൗണ്ട് കേട്ട് തന്നെയാണ് എഴുന്നേറ്റത്. അത് നല്ലൊരു, എന്താ പറയുക, നമ്മൾ ടൗണിലൊക്കെ ജീവിച്ചിട്ട് ഇങ്ങനെ വന്ന് ജീവിക്കുമ്പോൾ, കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഇന്നൊന്ന് വോക്കിന് പോകാമെന്ന് വിചാരിച്ചു, ഇവിടെ വുഡ്ലാൻഡിൻ്റെ അകത്ത്. അപ്പോൾ അത് ബാക്കിൽ കാണുന്നതാണ് നമ്മൾ താമസിച്ച സ്ഥലം, നമ്മളുടെ പോഡ് അവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ അകത്തേക്ക് വഴിയുണ്ട്.
നടക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഇന്ന് വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടി തണുപ്പാണ്. എന്നാലും കുഴപ്പമില്ല. ഇന്നലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്തായാലും അപ്പോൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അവരൊരു മാപ്പൊക്കെ തന്നിട്ടുണ്ട് ഇവിടുത്തെ നടക്കാനുള്ള സ്ഥലത്തിൻ്റെ. അപ്പോൾ അതിൽ കൂടെ ഒന്ന് പോയി നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ താമസിച്ചിട്ട്? നല്ലതായിരുന്നു, നല്ല ഒരു ബോർഡായിരുന്നു. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, നല്ല സ്ഥലം, ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. അതാണ് മെയിനായിട്ട് അല്ലേ? നല്ല ക്വയറ്റ് ആയിട്ടുള്ള. പിന്നെ ഇവിടെ ഫയർ പിറ്റ് അല്ലേ പറയാ? ഇവിടെ ഒരു ഫയർ പിറ്റ് ഉണ്ട്, ഞാനത് കാണിക്കാം. നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ താമസിച്ച സ്ഥലമൊക്കെ അതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയൊരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫയർ പിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് രാത്രി വന്നിട്ട് ക്യാമ്പ് ഫയർ ഇടാമെന്ന് വിചാരിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കുറച്ച് ലാർജ് ആണ് അല്ലേ? അത് കുറച്ച് എനിക്ക് തോന്നുന്നു 4 പേർക്ക് 6 പേർക്കൊക്കെ താമസിക്കാൻ പറ്റണ കുറച്ചുകൂടി വലിയ ബോർഡാണ്. പക്ഷെ നമ്മൾ നിന്നത് 2 പേർക്ക് മാത്രം. ഉച്ചയ്ക്ക് ഇന്ന് ഇവിടെ 1 മണിയായി. 1 മണിയായിട്ടും അങ്ങനെ വെയിലൊന്നും വരുന്നില്ല. ലാസ്റ്റ് ഒരു 2-3 ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു. ഇന്ന് എത്രയാ? ഇത് 14 ഡിഗ്രി. ഇന്ന് ഇവിടെ 14 ഡിഗ്രി. പക്ഷെ കാറ്റുണ്ട് അല്ലേ? ഫീൽസ് ലൈക്ക് 4 അല്ലേ? ഫീൽസ് ലൈക്ക് 4. പിന്നെ UK ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല. വേറെ വലിയ ജീവികളോ അതൊന്നും വരാനൊന്നുമില്ല. ഇതൊരു ഓഫ് റോഡ് പോണ ഒരു വഴിയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇതിൽ കൂടെ വണ്ടി ഓടിച്ചിരുന്നു. അവിടെ എവിടെയും വരെ ഉണ്ട്, എങ്ങനെയാണ് പോണേന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഈ ലെഫ്റ്റിൽ കാണുന്ന ഒരു ചെറിയൊരു കാരവാൻ സൈറ്റാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ ലോഡ്ജുകളും ഉണ്ട്, പോഡുകളുണ്ട്, പിന്നെ കാരവാൻ സൈറ്റ് ഉണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ കാരവാൻ സൈറ്റ്. ഇപ്പോൾ കാരവാനിലൊക്കെ വരുന്നവർക്ക് ഇവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാരവാൻ സൈറ്റ്, കാരവാൻ ഇവിടെ ഇട്ടിട്ട് ഇവിടെ താമസിക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 2, 4, 6 കാരവാൻ അങ്ങോട്ടേക്ക് ഇടാനുള്ള സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റിയും വെള്ളവും അതെല്ലാം ഇവിടെ ഉണ്ടാവും. ശ്രീകുട്ടി എന്തോ വീണല്ലോ? എന്തോ വീണു ആണോ? Nice. നമ്മളിന്ന് വന്നപ്പോൾ ഡ്രോൺ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്ടർഫോൾസ് വല്ലതും ഉണ്ടോ? എന്താ? വാട്ടർഫോൾസ് വല്ലതും ഉണ്ടോ? വാട്ടർഫോൾസ് ഇല്ലെന്ന് തോന്നുന്നു. ഇതൊരു ക്വാറിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് പോകാൻ പറ്റും ഒരു സ്ഥലം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവരെന്തോ ഒരു റൂട്ട് പറഞ്ഞായിരുന്നല്ലോ. അവരൊരു മാപ്പിൽ എന്തോ ഒരു ആവശ്യമൊരു റൂട്ട് നോക്കിയിട്ടുണ്ട്. എന്തൊരു പേര് പറഞ്ഞാൽ ഊട്ടിയിലൊക്കെ ഇങ്ങനെ മൂവീസിലൊക്കെ ഉള്ള ഇതില്ലേ, അത് കാണുന്ന പോലെ. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടോ? ഇത് കണ്ടോ? എന്താ സംഭവം അറിയില്ല. ചെറിയൊരു കൂടാരം പോലെ ഉണ്ടാക്കി വെച്ചേക്കണല്ലേ? മരത്തിന്റെ സൗണ്ട് അങ്ങനെയാണോ കാറ്റടിക്കണേ? ഓ മൈ ഗോഡ്, ലുക്ക്. അറ്റത്ത് ഇങ്ങോട്ട് പോവാം, അറ്റം വരെ പോവാം. ഇവിടെ ഇത്ര സ്പേസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. പൈനാണോ? പൈൻ മരങ്ങളാണോ? എനിക്ക് അതിനെ പറ്റിയൊന്നും വലിയ ആണെന്ന് തോന്നണ. വെച്ചാൽ അതാ അതിന്റെ കായ നോക്ക്, ഇതിന്റെ കായ കണ്ടോ? സൂക്ഷിക്കണേ. ഇതേ അങ്ങോട്ടൊരു സ്ലോപ്പ് ഉണ്ട്. ജസ്റ്റ് പ്രേതം. ഞാൻ കണ്ടു, ഒരു ജാക്കറ്റ് ഇട്ട് നിക്കണ പ്രേതല്ലേ? ഇപ്പൊ ചിരിക്കണുണ്ട് പ്രേതം. എന്നെ രക്ഷിക്കൂ. ഇപ്പൊ ചിരിക്കണുണ്ട് പ്രേതം. നോക്ക്, നമുക്ക് ഇവിടുന്ന് നമുക്ക് ആക്ച്വലി വിറക് എടുക്കാന്നേ. നല്ല വിറകുകളുണ്ട്. അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
മരം വെട്ടാതിരുന്നാ മതി. ഇത് നല്ലൊരു സ്ലോപ്പ് അല്ലേ? ഹായ്, വണ്ടർഫുൾ സ്ലോപ്പ്.